രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്ക് ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ അല്ല. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട് നിങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞില്ല, ഫ്രണ്ടിൽ അതിൽ ഒരു ഫ്രണ്ട് എന്റെയും കൂടി ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചത്, മനസ്സിലായോ? അത് നിങ്ങളെ ഒരുപാട് ഫ്രണ്ട്സുകൾ വിളിച്ചു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ദിവ്യ ശ്രീധർ, ക്രിസ് വേണുഗോപാൽ. ഞാൻ കുറച്ചു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ദിവ്യ ശ്രീധറിന്റെ ഒരു റീസെന്റ് ആയിട്ട് വന്ന ഒരു റീല്, ഒരു മുറിവൊക്കെ കാണിച്ചുകൊണ്ടുള്ള റീല്, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മറുപടി എന്തായാലും ഇപ്പോൾ ദിവ്യ ശ്രീധർ തന്നിട്ടുണ്ട്. ഞാൻ ഇതിനൊരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇതിന് ഞാൻ കാണുന്നത് ജസ്റ്റ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് മാത്രമേ ഞാൻ ഇത് കാണുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതിന് മുമ്പ് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പോൾ ക്രിസ് ഗോപാൽ ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയെടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇടാൻ കാരണം നമ്മുടെ പ്രേക്ഷകർ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നതുകൊണ്ട് മാത്രം, പ്രേക്ഷകർക്കൊരു എന്താണ് പറയുന്നത്, ഒരു ഉത്തരം, അതുമല്ല ദിവ്യ ശ്രീധർ മറുപടി വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മറുപടി ഇടാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ റീലൊന്നും ഞാൻ വെക്കുന്നില്ല. ആ റീൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് അല്ലെങ്കിൽ വേണ്ട ആ ഒരു റീല് നമുക്ക് ഇവിടെ ഒന്ന് കാണാം. കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഇതാണ്. ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മുറിവ് ഒക്കെ കാണിച്ചുകൊണ്ട്, മുറിവിന്റെ പാടൊക്കെ കാണിച്ചുകൊണ്ടിട്ടു. അതിനകത്ത് വന്ന ഒരുപാട് കമന്റുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് പേര്, ഇഷ്ടംമാതിരി പേര് കമന്റ് ചോദിക്കും, എന്ത് പറ്റി ഈ പറയുന്ന ക്രിസ് സാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് കരുതുന്നില്ല, തോറ്റെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊന്നും ഒരു കൃത്യതയുള്ള മറുപടി ഈ പറയുന്ന ദിവ്യ ശ്രീധർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ പറയാം, അതിനകത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയും മാത്രമാണ്. എന്താണ്, ഇങ്ങനെ ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവം ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞത് വിമർശിക്കുകയാണ്. കാരണം റീച്ചിന് വേണ്ടി അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമാണ്. കാരണം ഞാനൊരു റിയാക്ഷൻ ചാനലുകളാണ്. പക്ഷെ നമ്മളിപ്പോൾ രേഖ രതീഷിന്റെ കേസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ വിമർശിക്കും എന്നുള്ളതാണ്. അപ്പം അതിലേട്ടൊക്കെ വരാം. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വെക്കണം. ദിവ്യ ശ്രീധർ എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ആ ഒരു വീഡിയോ കാണാം. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റീലില്. അപ്പൊ അത് ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ചാനൽ എടുത്തിട്ടിട്ട് അതിനകത്ത് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ, രാജ് ടോക്ക് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ആ ലിങ്ക് ഒന്ന് അയക്കെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്കിന്റെ മുതലാളി ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്കിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ. എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ എന്റെ മുഖത്തോ എന്റെ ശരീരത്തോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ എന്നെ ദ്രോഹിച്ചിട്ടോ ഇല്ല. നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? അല്ലെ, ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും എന്ത് ചെയ്യുന്നു? ഇപ്പം രേഖ രതീഷ് കഴിഞ്ഞു, രേണുസുതി കഴിഞ്ഞു, ഇനിയിപ്പം പഴയ സ്റ്റാർട്ടിങ് ഞാനാണല്ലോ ഉണ്ടായത്. അപ്പൊ ദിവ്യ ശ്രീധർക്ക് എന്ത് പറ്റി? ഓക്കെ, ഇവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ദിവ്യ ശ്രീധർ എന്റെ വീഡിയോ കാണാതെയല്ല ഈ ഒരു വീഡിയോ ഇട്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്നുള്ളത്. അതിനകത്ത് എവിടെയെങ്കിലും ഒരു വാക്കിലെങ്കിലും ഈ പറയുന്ന ക്രിസ് വേണുഗോപാൽ താങ്കളെ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാധനം കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയാം. എവിടെയെങ്കിലും ദിവ്യ ശ്രീധറിനെ ക്രിസ് വേണുഗോപാൽ അടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ തമ്പ് ഇങ്ങനെയായിരുന്നു, ദിവ്യയെ ക്രിസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ മാർക്ക്. അതായിരുന്നു എന്റെ തമ്പ്. ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത് മുറിപ്പാടുകളുമായിട്ട് ആരാണ് ഈ പറയുന്ന ദിവ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ഒരു തമ്പ്. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ തോന്നിയത്, ആ ഒരു വീഡിയോ കാണുമ്പോൾ കംപ്ലീറ്റ് പേർക്കും അതിനകത്ത് വരുന്ന മൊത്തം കമന്റുകളും അത് തന്നെയായിരുന്നു.
എന്താണ് സംഭവം. അതായത് ക്രിസ് സാർ അങ്ങനെ അടിക്കില്ല എന്ന് പറഞ്ഞുള്ള കമന്റ് വരെ ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നുള്ള കമന്റ് വരെ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ വീഡിയോയിൽ ഉടനീളം ഞാൻ ഒരിടത്തും ഈ പറയുന്ന ക്രിസ് വേണുഗോപാല് താങ്കളെ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ പറഞ്ഞതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ ഇവിടെ വെക്കാമേ. ഇടയ്ക്കിടയ്ക്ക് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടുകൂടി പോകുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടെ പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. വേറൊരു കേസും കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞത് വെക്കാം. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അതായത് ക്രിസ് വേണുഗോപാല് ഈ ദിവ്യയെ തള്ളി എന്നുള്ളതാണ്, അല്ലെ, അടിച്ചു, ഇവർ തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്നാണ് നോർമലായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും. ഇപ്പം ദിവ്യ എന്ത് പറഞ്ഞാലും ശരി, ഇനിയിപ്പോൾ അങ്ങനെ ആവാതിരിക്കട്ടെ, എനിക്കറിയത്തില്ല, അങ്ങനെ കാണുമെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു എല്ലാവരും രണ്ടുപേരും സുഖിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം, പ്രത്യേകിച്ച് എൻ്റെ ആഗ്രഹം. ഇതാണ് ഞാൻ അടുത്ത് പറഞ്ഞ സാധനം. അതായത് എന്താണ്, പെട്ടെന്ന് കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്, പ്രേക്ഷകർക്ക് മൊത്തം അങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ വീഡിയോയിൽ ഉടനീളം ഒരിടത്ത് പോലും ഞാൻ ക്രിസ് വേണുഗോപാല് താങ്കളെ അടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോ തെറ്റിദ്ധാരണ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടുന്ന താങ്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റിദ്ധാരണ പറഞ്ഞ് വീഡിയോ ഇടുന്ന താങ്കളല്ലേ. താങ്കൾ ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞത് തെറ്റിദ്ധാരണ. ഞാൻ എന്റെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളെ വിമർശിച്ചതാ. താങ്കൾ ഒരു റീച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ്. അതായത് രേഖാ രതീഷിനെ പോലുള്ളവർ ഉൾപ്പെടെ, ഇപ്പൊ ഞാൻ രേഖാ രതീഷിനെ എഗെയിൻസ്റ്റ് തന്നെയാണ് ഞാൻ. അത് റീച്ചിന് വേണ്ടി തന്നെ എന്ന് തന്നെ ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. മനസ്സിലായോ? ബാക്കി കേൾക്കാമേ. ദിവ്യ ശ്രീധർ അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം, ദിവ്യ ശ്രീധർ സങ്കടമുള്ള വീഡിയോ ഇട്ട പ്രശ്നം, ദിവ്യ ശ്രീധർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ദിവ്യ ശ്രീധറുടെ ലൈഫ് പൊട്ടിപ്പോയോ, അവര് വേർപിരിഞ്ഞോ, അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി ഭയങ്കര ഉത്കണ്ഠയാണല്ലേ രാജ് ടോക്കിന്. നാണമില്ലേ രാജ് ടോക്കെ? കുറച്ച് നാണമില്ലേ? രാജ് ടോക്ക് പറയുന്നത് അത് ഒറിജിനലായിട്ട് വന്ന മുറിവാണെന്നാണ്. അത് അടിച്ച മുറിവ് തന്നെയാണ്, അത് മേക്കപ്പ് ഒന്നും അല്ല, അത് ഒറിജിനലാണെന്നാണ് രാജ് ടോക്ക് പറയുന്നത്. രാജ് ടോക്ക് ഒന്ന് വന്ന് നോക്ക് ഒറിജിനൽ ആണോന്ന്. എന്റെ ധീര എന്ന് പറയുന്ന വെബ് സീരീസ് മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടനി ഒത്തിരി താങ്ക്സ്. ആ ഒറിജിനാലിറ്റി കൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണത്. ധീര എന്ന് പറയുന്ന വെബ് സീരീസ് 4 പേര് അറിയുന്നല്ലോ. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പൊ കരുതി മറ്റുള്ളവരെ പോലെ മറ്റേതെങ്കിലും എന്താണ് ഈ പറയുന്ന ഓൺലൈൻ ബിസിനസ്സും അങ്ങനെ. ധീര എന്ന് പറയുന്ന വെബ് സീരീസ് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു മറുപടി തന്നത് 4 ആൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അതിനൊരു വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പിന്നെ എന്റെ ജോലി ഇങ്ങനെയാണ്. ഇങ്ങനെ കാണുമ്പോൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, തെറ്റാണെങ്കിൽ അത് വിമർശിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയും കൂടിയാണ്. അപ്പം ധീര എല്ലാവരും കേട്ടല്ലോ. ഇനി കേൾക്കാത്തവരെന്നാണ് ധീര എന്ന് പറയുന്ന വെബ് സീരീസ് ഈ പറയുന്ന ദിവ്യ ശ്രീധറിൽ അഭിനയിക്കുന്നുണ്ട്. അതിന്റെ ഒരു റീലായിരുന്നു അത്. മനസ്സിലായല്ലോ. എനിക്കിവിടെ അബദ്ധം പറ്റിയതിൽ ഒരു കേസിൽ മാത്രമേ എനിക്കിവിടെ അബദ്ധം പറ്റി. ആ മുറിവില്ലേ, അത് ഈ പറയുന്ന ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, അത് കണ്ടിട്ട് അതൊരു മേക്കപ്പ് ആണെന്ന് തോന്നുന്നില്ല, അത് ഒറിജിനൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ക്രിസ് വേണുഗോപാൽ അടിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒറിജിനൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഏതോ ഒരു മേക്കപ്പ് മാൻ അവന്റെ ഒറിജിനാലിറ്റി, ഇത്രയും ഒറിജിനാലിറ്റി ആയിട്ട് പുള്ളി അത് മേക്കപ്പ് ചെയ്തല്ലോ. ആ ഒരു തെറ്റ് മാത്രമേ ആ ഒരു വീഡിയോക്കകത്ത് എനിക്ക് പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഞാനൊരു വെബ് സീരീസ് ചെയ്തതിന്റെ ഒരു സീനിലെ പോർഷൻസ് ആണ് സംഭവം. അതില് എനിക്ക് ആക്സിഡന്റ് പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മേക്കപ്പ് അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ഞാൻ വേറൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സോങ് വേഷങ്ങൾ ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു സോങ്ങും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കമന്റ്സുകളൊക്കെ വന്നോട്ടെ, അതിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കി വീഡിയോ ഇടുന്ന രാജ് ടോക്കിനെ പോലെയുള്ള ചാനലുകാരെ എന്ത് ചെയ്യണം? രാജ് ടോക്ക് പറയുന്നത് എന്നെ അടിച്ചതാണ്, അടിച്ച പാടാണ് എന്നൊക്കെയാണ് പറയുന്നത്. വേണ്ടാത്ത കഥകൾ പറഞ്ഞ് ഇല്ലാത്തതൊക്കെ കുത്തിപ്പൊക്കി ഞാൻ വേണ്ടാത്ത കഥകൾ സത്യം പറഞ്ഞ ദിവ്യ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോ ഇല്ലാത്ത കഥകൾ പറയുന്നത് താങ്കളാണ്. ഞാൻ എന്റെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വീഡിയോയിൽ മൊത്തം താങ്കളെ വിമർശിക്കുകയാണ്, താങ്കൾ ഇത് റീച്ചിന് വേണ്ടി ചെയ്തതാണ് എന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ഒരിക്കലും ഒരിടത്ത് പോലും ക്രിസ് താങ്കളെ അടിച്ചു എന്ന് പറയും. താങ്കൾ നോക്കിയാൽ ഫേസ്ബുക്കിനകത്ത് ഒരുപാട് പോസ്റ്റ് ഉണ്ട്, അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടത്. ഒരുപാട് പോസ്റ്റുകളുണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്, എന്തിനു വേണ്ടി എന്ന് ഒരുപാട് പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇഷ്ടംമാതിരി പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റിലൊക്കെ താഴെ വരുന്ന കമന്റുകൾ മറ്റുള്ളവരുടെ പോസ്റ്റ് നോക്കണ്ടല്ലോ, താങ്കളുടെ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ മാത്രം താങ്കൾ ശ്രദ്ധിച്ചാൽ മതി. പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റൂ.
പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരിടത്ത് അത് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞു, ഒരാൾ റീലാണെങ്കിൽ അത് റീലാണ് എന്ന് പറഞ്ഞു, അതും ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി ഒന്നും വീണ്ടും നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇതൊരു എന്താണ് ഇതാണ് അല്ലെങ്കിൽ എൻ്റെ വെബ് സീരീസിന്റെ ഒരു പ്രൊമോഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇതൊരു വൈറലാവണം, 4 പേര് ഇതിനെടുത്ത് റിയാക്ട് ചെയ്യണം, അപ്പോൾ 4 ആൾ അറിയും. ഇത് തന്നെ അതൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ അടുത്ത് എനിക്കെതിരായിട്ട് വരുന്ന ഒരു ആരോപണം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യസ്ഥത എനിക്കുണ്ടല്ലോ. അപ്പോൾ തെറ്റിദ്ധാരണ ആരാണ് പരത്തുന്നത് എന്ന് സ്വയമേ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഓക്കെ, ബാക്കി നിങ്ങൾ കണ്ടോ? ഞാനും ക്രിസ്തും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ കണ്ടോ? അല്ലെ നമ്മുടെ ലൈഫ് എങ്ങനെയാ പോകുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ക്രിസ് എന്നെ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ? രാജ്ടോക്കിനോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ കണ്ടോ? ഇല്ലാത്ത കഥകൾ കെട്ടിപ്പൊക്കി വീഡിയോയുടെ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? കുറച്ച് നാണം വേണ്ട നിങ്ങൾക്ക് മാസ വരുമാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി കുറച്ച് നാണം വേണ്ടേ? ഞാൻ രാജ്ടോക്ക് ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഇറക്കിയത് രാജ്ടോക്കാണ്. അപ്പോ രാജ്ടോക്ക് ഇതിന് കൃത്യമായ ഒരു മറുപടി തന്നേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് മറുപടി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു മറുപടി തരുന്നത്. കാരണം എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതാണെങ്കിൽ ഞാൻ ചന്ദ്രപ്പോഴെന്ന് പറയും. കാരണം ആ ലൈവിൽ അത് കിടപ്പുണ്ട്, ആ വീഡിയോ തന്നെ കിടപ്പുണ്ട്. അതിനകത്ത് ഒരിടത്ത് പോലും താങ്കളെ ക്രിസ് വേണുഗോപാൽ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് താങ്കൾ ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ തെറ്റിത്തരം പിടിച്ച ഒരു പരിപാടിയാണ്. താങ്കളെ മാത്രമല്ല ആരെ വേണം നമുക്ക് വിമർശിക്കാം. അങ്ങനെ ഒരാളെ മാത്രം വിമർശിക്കാൻ പാടില്ല. താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഒപ്പോസ് ചെയ്യാനുള്ള സംഭവം വരും, നമ്മൾ ഒപ്പോസ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ക്രിസ്ത്യാട്ടൻ വിളിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. അത് എന്റെ കുഴപ്പമല്ല, അത് വരും, ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ്. കാരണം ഒരുപാട് പിന്നെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഒരു കൺസേൺ ഉണ്ട്. അതൊരിടത്ത് പോകേണ്ട താങ്കളുടെ തന്നെ വീഡിയോയുടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ എങ്ങനെയാണ് ആ ഒരു വീഡിയോ കണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളത്. അപ്പം തെറ്റിദ്ധാരണ പരത്തിയോ കള്ളങ്ങൾ പരത്തിയോ അല്ല ഞാൻ വീഡിയോ ഇട്ടത്. ഞാൻ കൃത്യമായിട്ട് അത് എന്താണ് സംഭവം എന്ന് ഞാനത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊന്ന് അന്വേഷിച്ചൂടെ, അന്വേഷിച്ചതിന് ശേഷം പോരെ വീഡിയോ എന്നുള്ളതാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അന്വേഷിക്കാനൊന്നുമില്ല. എനിക്കറിയാമായിരുന്നു ഇത് എന്തോ ഒരു പ്രൊമോഷനോ എന്തിനോ വേണ്ടിയുള്ള സംഭവമാണെന്നറിയാം. പക്ഷെ എങ്കിലും താങ്കൾ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് താങ്കളെ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ? ഒരുപാട് ഫ്രണ്ട്സുകൾ വിളിച്ചു, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. ആ ഫ്രണ്ട്സ് എന്തിനു വിളിച്ചു എന്നറിയുമോ? ഫ്രണ്ട്സ് എന്തിനാണ് വിളിച്ചത്? നിങ്ങളിപ്പോൾ പറയും എൻ്റെ വീഡിയോ കണ്ടാണ് വിളിച്ചതെന്ന് പറയും. അതല്ല, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട്, നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞില്ല ഫ്രണ്ടിൽ, അതിൽ ഒരു ഫ്രണ്ട് എൻ്റെയും കൂടി ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്, മനസ്സിലായോ? നിങ്ങളെ ഒരുപാട് ഫ്രണ്ട്സുകൾ വിളിച്ചു, താങ്കൾക്ക് എന്താണ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നില്ല. അതിലൊരു ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒന്ന് തിരക്കോ, ഇതെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട്, എന്താണ് വിഷയം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഓക്കെ, എന്തായാലും എന്ത് പറഞ്ഞാലും ഇപ്പം ആ ഫ്രണ്ട് വന്ന് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നീട് ഒരു ഇതിന്റെ പ്രൊമോഷൻ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ വീഡിയോ തന്നെ ഇടും. കാരണം അത് മോശമാണ് എന്നുള്ളത്. കാരണം നമുക്ക് ഇപ്പം നിരന്തരമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. ഓരോരോ റീലുകൾ കൊണ്ടും പ്രേക്ഷകർ യഥാർത്ഥത്തിൽ ഇവിടെ മണ്ണന്മാരാകുന്നത് പ്രേക്ഷകരാണ് അല്ലേ? ഓരോരോ റീലുകൾ കൊണ്ടിടും, നമ്മളെ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം ഒന്നല്ല. ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ദിവ്യ, ഇഷ്ടമായ സംഭവങ്ങളുണ്ട്. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ റൈറ്റ്സ് ആണ്. നിങ്ങൾ പിന്നെ പറയുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് റീലിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഏത് ഞാൻ വന്ന് നിങ്ങളുടെ രഹസ്യമായിട്ട് നിങ്ങൾ അതിനകത്ത് കയറി പബ്ലിക് ഇല്ലേ, നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് ഇല്ലേ? പബ്ലിക്കിൽ ഒരു റീൽ ഇടുമ്പോൾ പബ്ലിക്കാണ്, പബ്ലിക്കിലേക്കാണ് അത് വരുന്നത്. പബ്ലിക് കാണുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയും എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് വെച്ച് താങ്കളെ കുറ്റപ്പെടുത്തിയാണ് ചെയ്തത്. അല്ലാതെ സ്ത്രീവിരുദ്ധമായിട്ടോ ഈ പറയുന്ന ക്രിസ് വേണുഗോപാൽ താങ്കളെ അടിച്ചു വന്നു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് താങ്കളാണ്. അതൊക്കെ ഇവിടെ ഇത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ കാണുന്നുള്ളൂ. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി പോയി കാണുക. ഞാൻ ക്രിസ്ത്യാട്ടൻ പറഞ്ഞു, കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒരിക്കൽ കൂടി കാണുക. ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്രിസ് വേണുഗോപാൽ താങ്കളെ അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഞങ്ങളെ വിമർശിക്കുകയാണ് ചെയ്തത്. റിച്ചിന് വേണ്ടി ഇപ്പൊ സത്യമായല്ലോ എന്തിനാണ് ചെയ്തത്. ഇതിപ്പം ഇനി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, അതിന് വേണ്ടിയിട്ടാണ്. ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ചെയ്തത്. അത് മനസ്സിലാക്കാൻ ഇനിയിപ്പം മറ്റേ റോക്കറ്റ് സയൻസ് ഒന്നും വേണം, അതിന് വേണ്ടി തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇടുമ്പോൾ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആൾക്കാർ കുറേ എൻഗേജ്മെന്റ് ഉണ്ടാവും, കുറേ അവരെടുത്ത് റിയാക്ട് ചെയ്യും, 4 ആൾ അറിയും. അപ്പോൾ എന്തോ വെബ് സീരീസ് പേര് മറന്നേട്ടോ, സോറി, ആ വെബ് സീരീസ് 4 ആൾ അറിയും, നല്ലതാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രൊമോഷൻ ആയില്ലേ, അപ്പോൾ ഗിവ് ആൻഡ് ടേക്ക് നമുക്ക് എടുക്കണം. ശരി.